നമസ്കാരം. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വയനാടൻ കാഴ്ചകളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. 40 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ദൂരം തന്നെയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ശരിക്കും 40 വർഷങ്ങൾക്ക് മുമ്പ് വയനാട് വയലുകൾ വാഴ കീഴടക്കുന്നതിന് മുമ്പ്, നേന്ത്രവാഴ കൃഷി ഏകദേശം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു നെൽവയലുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് നെൽവയലുകളിൽ സാധാരണ നെൽകൃഷി 2 കൃഷിയാണ് എടുക്കുന്നത്. വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ജൂൺ മുതൽ ഡിസംബർ വരെ ഒരു കൃഷിയാണ്. അതേ സമയത്ത് മഴയെ ആശ്രയിക്കാതെ വെള്ളം നന്നായി ലഭിക്കുന്ന ചിലയിടങ്ങളിലുണ്ട്. അവിടെയെല്ലാം 2 കൃഷി എടുക്കും. എന്താച്ചാൽ വയൽ വെറുതെ കിടക്കില്ല, സ്ഥിരമായി കൃഷി എടുത്തുകൊണ്ടിരിക്കും. എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒറ്റ കൃഷി, മഴയെ ആശ്രയിച്ച് മാത്രമേ നെൽകൃഷി എടുത്തിരുന്നുള്ളൂ. വെള്ളം ലഭിക്കാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ജൂൺ മുതൽക്ക് മാത്രമേ നെൽവയലുകളിൽ കൃഷി ആരംഭിക്കുള്ളൂ. ഏകദേശം ഏപ്രിൽ മെയ് മാസം തുടക്കത്തിൽ തന്നെ ഞാറ് വയ്ക്കുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് ഞാറ് പറിച്ച് കൃഷി ചെയ്യുകയുമായിരുന്നു പതിവ്. ഒഴിഞ്ഞു കിടക്കുന്ന ഡിസംബർ മുതൽ മെയ് മാസം വരെ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളിൽ ഒരു സുന്ദരമായ കാഴ്ച കാണായിരുന്നു. എത്രയെത്ര കന്നുകാലികളാണ്, പശുവും പോത്തും കാളയും ചെറിയ കന്നുകുട്ടികളും എല്ലാം ആയിട്ട്, ആടും ഒക്കെ ആയിട്ട് അങ്ങനെ മേഞ്ഞു നടക്കുന്ന കാഴ്ച, സുന്ദരമായ കാഴ്ചയായിരുന്നു അത്. വരമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ തല ഉയർത്തി നോക്കുന്ന പശുക്കളും പോത്തുകളും മൂരികളും എല്ലാം ഉണ്ടായിരുന്നു. ചിലരെല്ലാം അവയെ പേടിച്ച് മാറി വേറെ വരമ്പുകളിലൂടെ നടന്നു പോകും. ഞങ്ങളുടെയൊക്കെ കന്നുകാലികളെ, വീട്ടിലുള്ള കന്നുകാലികളെയൊക്കെ വയലിൽ വലിയ കയറ്, പ്ലാസ്റ്റിക് കയറ് കെട്ടിയിട്ട് കുറ്റിയടിച്ച് കെട്ടിയിടുക ചെയ്യുക. അല്ലെങ്കിൽ അവയങ്ങ് നടന്നു പോകും. അവയ്ക്ക് അറിയില്ലല്ലോ എവിടെ പോകണം എവിടെ വരണമെന്നും. അവരടുത്ത കാപ്പിത്തോട്ടത്തിലൊക്കെ കയറി, വാഴയോ കാപ്പിത്തോട്ടത്തിൽ കയറി കാപ്പിച്ചെടികളൊക്കെ നശിപ്പിക്കില്ലേ. അപ്പം നമുക്കൊരു സുരക്ഷിതത്വം, നമ്മൾ പിന്നെ തെരഞ്ഞു പോകേണ്ട. അപ്പം നമ്മൾ കുറ്റിയടിച്ച് പിന്നെ പശുവിനെ കെട്ടിയിരുന്ന കാലമായിരുന്നു. പശുവിനെയും പോത്തിനെയും എല്ലാം കെട്ടിയിരുന്ന ഒരു കാലമായിരുന്നു. ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് അവയെ അയച്ച് കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. വയലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കിണർ. അവിടുന്ന് വെള്ളം മുക്കി കൊടുക്കും. ദാഹമകറ്റി പിന്നെ മാറ്റിക്കെട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു പതിവ്. അതേ സമയത്തിൽ വയനാട് ജില്ലയിലെ ആദിവാസികളായ പഴശ്ശിരാജയുടെ മുന്നണി പോരാളികളായി നിന്ന കുറിച്യർ എന്ന് പറയുന്ന നായാട്ട് ഒക്കെ നടത്തിയിരുന്ന, നായാട്ട് എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് അവരുടെ നായ്ക്കളെയും കൂട്ടി അവരുടെ തോക്കും അമ്പും വില്ലുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അവർ കാട്ടിലൊക്കെ പോയി പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അമ്പ ചെയ്ത് കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വയനാടിന്. പിന്നെയാണ് നിയമം മൂലം അതെല്ലാം, നായാട്ടെല്ലാം നിരോധിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നെൽവയലുകളിൽ ഞാൻ പറഞ്ഞ ഡിസംബർ മുതൽ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ താറാവിനെ ഇറക്കൂട്ടോ. എവിടെ നിന്നോ കൊണ്ടുവരുന്ന താറാവുകൾ, ആലപ്പുഴയിൽ നിന്നൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത്. ഇറക്കിയിട്ട് താറാവുകളെ മേയ്ക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അപ്പോൾ വയലിൽ മേയ്ക്കുന്നതിന് നമുക്കെന്താ തരിക എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ കൊട്ടയ്ക്ക് ഒരു 10-30 താറാവ് മുട്ട നമുക്കവർ തരും. പലപ്പോഴും അച്ഛൻ വാങ്ങിക്കാറില്ല. അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, കാരണം അവരുടെ അധ്വാനം, അവരുടെ എവിടുന്നോ വന്നിട്ട് വയലിൽ ഇടുകയല്ലേ. പക്ഷേ വയലിലെ
മണ്ണിരയൊക്കെ കൊത്തി തിന്നും, അത് വേറെ കാര്യം കേട്ടോ. അതൊന്നും അന്ന് ആലോചിക്കാറില്ല. അന്നൊക്കെ ധാരാളം മണ്ണിരകളൊക്കെ വയലിലുണ്ടായിരുന്ന ഒരു കാലമാണ്. അതേ സമയത്ത് ഈ ആദിവാസികൾ, കുറിച്യർ എന്ന് പറയുന്നവരുടെ, അവരൊരു കോളനി ആയിട്ടാണ്, കോളനി എന്ന് പറയാൻ പാടില്ല എങ്കിലും കൂട്ടമായിട്ടായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ വീടുകൾ അടുത്തടുത്തടുത്ത വീടുകളും, ആ വീടുകളിൽ പ്രായമുള്ള ഒരാൾ, മൂപ്പൻ, ആ മൂപ്പൻ പറയുന്നത് പോലെയാണ് ആ തറവാട്ടിലെ ആൾക്കാർ കേൾക്കുക. ആ മൂപ്പൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക എന്ന ഒരു ചിട്ടയോടുകൂടിയ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അതിൽ തന്നെ അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ ആലയിൽ ഒരു 40ഓളം കന്നുകാലികൾ ഉണ്ടാവും, പലതരത്തിലുള്ളത്. അതിൽ പശു ഉണ്ടാവാം, കാളകളുണ്ട്, കന്നും പൂട്ടുന്ന മൂരിക്കുട്ടന്മാരുണ്ട്, ചെറിയ കിടാങ്ങളുണ്ടാവും. ഇവയെല്ലാം തീറ്റാൻ വേണ്ടി, പുല്ല് തിന്നാൻ വേണ്ടി രാവിലെ ഒരു 9-10 മണിയാവുമ്പോഴത്തേക്ക് വയലിലേക്ക് ഇറക്കും. അങ്ങനെ ഞങ്ങളുടെ വയലിലൊക്കെ ഇവയെ കൊണ്ട് സമ്പന്നമാവും. ഈ കന്നുകാലികളങ്ങനെ മേയ്യാണ്. ഇതിനെ മേയ്ക്കാനായിട്ട് ഒരാളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ ചുമതലപ്പെടുത്തുന്നത്. അവരൊരു വടിയുമായിട്ട് ആ വയലിൽ എവിടെയെങ്കിലും വന്നിരിക്കും. അതൊരു വലിയ കാഴ്ചയാണ്. അയാൾ വെറുതെ ഇരിക്കില്ല. അയാളാണെങ്കിലോ പ്രായമുള്ള ഒരു പിട്ടൻ എന്നാണ് നമ്മൾ പറയുക, പ്രായമുള്ള ആളെ പിട്ടൻ. ആ പിട്ടൻ എന്താ ചെയ്യാന്നറിയോ? ചെറിയ ഒരു പെനാക്കത്തി ഉണ്ടാവും. വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുളക്കഷ്ണങ്ങളുമായിട്ടാണ് വരിക. ഏതെങ്കിലും വയലിൻ്റെ തണലത്തിരുന്നിട്ട്, പറമ്പിനോട് ചേർന്നുള്ള തണലത്തിരുന്നിട്ട് ഈ പെനാക്കത്തി കൊണ്ട് ഈ മുള ചീന്തും. അത് കൂട നിർമ്മിക്കാനോ കൊട്ട നിർമ്മിക്കാനോ മീനിനെ പിടിക്കാനൊക്കെ അവർക്ക് അതിസാമർഥ്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ മീൻകൂട ഉണ്ടാക്കാനൊക്കെ അവർ ആ സമയം ഉപയോഗപ്പെടുത്തും. അതിനിടയ്ക്ക് കന്നുകാലികൾ ദൂരേക്ക് പോകുമ്പോൾ തെളിച്ചു കൊണ്ടുവരും. അവരുടെ കന്നുകാലികൾക്കൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, അവ ഒരുമിച്ച് നടന്നു പോവുകയും ഒരുമിച്ച് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാഴ്ച എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു രാമൻപിട്ടെന്ന് പറയുന്ന ആളാണ് അധികവും കന്നുകാലികളെ ഇങ്ങനെ കൊണ്ടുവരിക. പലപ്പോഴായിട്ട് വീട്ടിൽ കയറി വരും, അല്ലെങ്കിൽ അമ്മയോ അച്ഛമ്മയോ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണവും കൊടുക്കും. കാരണം വെയിലും കൊണ്ട് വയലിലിരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് കന്നുകാലി മേയ്ക്കുന്നതെങ്കിൽ അവർക്ക് ഭക്ഷണവും കൊടുത്തിരുന്നു. അവർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോ കഥയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോകും. അപ്പോൾ ആ വീടുമായിട്ടും അവരുമായിട്ടൊരു ബന്ധം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ പെട്ടിനെ കാണാനൊക്കെ എനിക്കും വലിയ കൗതുകമായിരുന്നു. കാതിൽ കടുക്കനൊക്കെ ഇട്ട് ഒരു പ്രത്യേക തരത്തിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേനാക്കത്തിയും അദ്ദേഹത്തിൻ്റെ മുളം ചീന്തലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഭാഷ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് ആ ഭാഷയൊന്നും പറയാനും പറ്റില്ല. 1-2-3 വാക്കുകൾ മാത്രമേ എനിക്കത് അറിയുള്ളൂ. അവരുടെ ഒരു പ്രത്യേക ലിപിയില്ലാത്ത ഭാഷകളാണ് അവരുപയോഗിച്ചിരുന്നത്. എങ്കിലും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അവരുടെ കന്നുകാലികളിൽ എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്തത് ഒരു പോത്തിൻ്റെ കൊമ്പ, വലിയ ഇത്രയും വലുപ്പത്തിലുള്ള കൊമ്പ്. സാധാരണ പോത്തിൻ്റെ കൊമ്പൊക്കെ ഈ രൂപത്തിലോ അല്ലെങ്കിൽ കാട്ടിയെന്ന് പറയുന്നതിന് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. ഇതിനിങ്ങനെ ദീർഘദൂരത്തിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഈ പിട്ടൻ ലീവ് എടുക്കുന്ന ദിവസം, അദ്ദേഹം ഇല്ലാത്ത ദിവസം, അതല്ലെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടത് ഒഴിവ് ദിവസങ്ങളിൽ കുട്ടികളായിരിക്കും ചിലപ്പോൾ വരിക, ഈ കന്നുകാലികളെയും മേയിച്ചുകൊണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്നവരും ഉണ്ടാവും ചിലപ്പോൾ. അവരിൽ ചില ബിരുദന്മാർ ഈ പോത്തിൻ്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് വരുന്നത് ഭയങ്കര രസകരമായ കാര്യമാണ്. അന്നൊന്നും അതൊന്നും എടുത്തു വയ്ക്കാൻ ഫോട്ടോയോ വീഡിയോ ഒന്നും ഇല്ലല്ലോ. വീഡിയോ ഒന്നും അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിൽ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടം. പക്ഷേ പെട്ടെന്നാണ് വയനാടൻ നെൽകൃഷി നഷ്ടത്തിലേക്ക് ഓടി.
കൃഷി നഷ്ടത്തിലേക്ക് മാറിയപ്പോൾ വയലുകൾ വാഴക്കൃഷിയിലേക്ക് വന്നു. അതുവരെ കാണാത്ത ഒരു കാഴ്ചയായിരുന്നു നേന്ത്രവാഴ കൃഷി. വയനാടിൻ്റെ വയലുകളിൽ നെൽവയലുകളെ മൂടിക്കൊണ്ട് വാഴ വന്നു. പ്രകൃതി സംരക്ഷണത്തിൽ വലിയ ഒരു മാറ്റം, പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഒരു വല്ലാത്ത ഒരു ക്രൂരതയായിപ്പോയി ആ വാഴക്കൃഷി. കാരണം വരമ്പുകളെല്ലാം നഷ്ടപ്പെട്ടു. കാലാകാലങ്ങളിൽ ലക്ഷക്കണക്കിന്, ഒരു ഏക്കറിൽ നിന്ന് ലക്ഷക്കണക്കിന് വെള്ളം വയലിലേക്ക്, ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഈ നെൽകൃഷിയിൽ കൂടെയായിരുന്നു. വാഴ വന്നതോടുകൂടി വരമ്പുകളെല്ലാം പോയി. വെള്ളം കുത്തി ഒഴുകി പോകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് കാണുക. വാഴക്കൃഷി എടുക്കാതെ കർഷകന് രക്ഷയുമില്ലാതെയായി. നെൽകൃഷി എടുത്താൽ ലാഭകരമല്ലാതായി. കൃഷിയിൽ പഴയ കാലത്തെ പോലെ വിളവ് കിട്ടാതായി. നെല്ലിന് വില കുറഞ്ഞു. പിന്നെ കൂലി കൂടി. അതോടുകൂടി കൃഷി അവസാനിപ്പിച്ച് വാഴ, അത് കൃഷിക്കാർ തന്നെയല്ല എടുക്കുന്നത്, വയലിൻ്റെ ഉടമയല്ല പലപ്പോഴും എടുക്കുന്നത്, അത് പാട്ടത്തിന് കൊടുക്കുക എന്ന, ഒരു വർഷത്തേക്ക് ഇത്ര വാഴയ്ക്ക് ഇത്ര രൂപ എന്ന നിലയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങളുടെയൊക്കെ വയലുകളിൽ മുഴുവൻ വാഴ തന്നെയാണ്. അപ്പം ഞാനാ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടങ്ങളിലെ വയനാടിൻ കാടുകളോട് ചേർന്നുള്ള ഗ്രാമമുണ്ട്. ചീകോടി, മുത്തങ്ങ, മാനന്തവാടിയിൽ, അങ്ങനെ പല ഭാഗങ്ങളുണ്ട്. വയനാട് പടിഞ്ഞാറത്തറയൊക്കെ പല ഭാഗങ്ങളിലും വനത്തിനോട് ചേർന്ന കൃഷിക്കാർ, അല്ലെങ്കിൽ ഈ ആദിവാസി മൂപ്പന്മാർ ഒക്കെ കന്നുകാലികളെ മേയ്ക്കുന്നത് കാടുകളിലെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. അത് പറയാൻ വിട്ടു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 3 ഇവരുടെ കുറിച്ചരുടെ വസതികളിൽ നിന്നും അവരുടെ 40ഓളം, ഓരോ വീട്ടിലും 40ഉം 50ഉം കന്നുകാലികളുണ്ടാവും. അവരെയൊക്കെ ഈ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ അവർക്ക് വയലിൽ ഉഴാനുള്ള കന്നുകാലികളെ വെച്ച് ബാക്കി എല്ലാത്തിനെയും കൊണ്ട് ദൂരേക്ക് പോവുക. അവർ ദൂരെ എവിടെയോ പോയിട്ട് കന്നുകാലികളെ മേയിച്ച് അങ്ങനെ വല്ലപ്പോഴും വീട്ടിൽ വന്ന് അങ്ങനെയായിരുന്നു അവർ കന്നുകാലികളെ മേയിച്ചിരുന്നത്. അപ്പോൾ അത്രയും കന്നുകാലികളുമായിട്ട് ഇടപഴകിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ മൃഗങ്ങൾക്കൊരു നല്ല കാലഘട്ടവുമായിരുന്നു അത്. അവയെ ആവശ്യമില്ലാതെ അടിക്കൊന്നുമില്ല അവർ. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് തിരിച്ചു വരികയൊക്കെ ചെയ്യും. കന്നുകാലികളെയൊക്കെ മനസ്സിലാക്കിയവർക്ക് അവയെപ്പറ്റി അറിയാം. നമ്മുടെ ജേഴ്സി പശുക്കളൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലല്ല. നാടൻ പശുക്കളെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നാടൻ കന്നുകാലികളെക്കുറിച്ച് പറയുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ നാടൻ പശുവിൻ്റെ വാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാല് ശരിക്കും അതിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വരെ അവയ്ക്ക് വളഞ്ഞു നിന്നിട്ട് വീശാൻ പറ്റും. ദേഹത്ത് വല്ല പ്രാണികൾ വന്നു കഴിഞ്ഞാൽ അവയുടെ വാല് വീശാൻ പറ്റും. അതേ സമയത്ത് നമ്മുടെ പുതിയ ഇനങ്ങളായ ജേഴ്സി, സിന്ധു, HF എന്ന് പറയുന്ന പശുക്കൾക്കൊന്നും വാല് ആ നിന്ന നിപ്പിൽ ഇങ്ങനെ ആട്ടാന്നല്ലാതെ ദേഹത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. സങ്കര ഇനങ്ങൾ വന്നപ്പോൾ ടിഷ്യൂ കൾച്ചർ യുഗം പോലെയാണ്. സെമൺ എടുത്ത് സെമൺ ഫ്രിഡ്ജിലാക്കി ആ സെമൺ കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായം വന്നു. അപ്പോൾ സങ്കര ഇനം കന്നുകാലികൾ രംഗത്തേക്ക് വന്നപ്പോൾ ആ പഴയ കന്നുകാലികളുടെ ഗുണവും മേന്മയുമൊക്കെ നഷ്ടപ്പെട്ടു. കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നല്ലാതെ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, കൂടുതൽ ചാണകം തരുന്നു എന്നല്ലാതെ നാടൻ പശുക്കളുടെയോ നാടൻ കന്നുകാലികളുടെയോ ചാണകത്തിൻ്റെ ഗുണമേന്മയൊന്നും ഇവയ്ക്ക് ലഭ്യമല്ലാതായിത്തീർന്നു. അപ്പോൾ ഈ പശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ, ഇത്തരം പശുക്കളെയൊക്കെ വീട്ടിൽ വളർത്തിയത് കൊണ്ട് ഇവയുടെയൊക്കെ ഗുണഗണങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മളപ്പോൾ വെച്ചൂർ പശുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വെച്ചൂർ പശു ഉണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്, വടകര ലോക്കലുണ്ട്. ഇങ്ങനെ പല ഏരിയയിലും നല്ല ഇനങ്ങൾ പശുക്കൾ ഉണ്ടായിരുന്നു.
വെച്ചൂർ പശുവൊക്കെ ഇപ്പോൾ ഓരോ വീട്ടിലും വളർത്തി വരുന്നു. അവയുടെ പാലിന് ഔഷധ മൂല്യമുള്ളതാണ്. 1 ലിറ്റർ പാലിന്, സാധാരണ പാലിന് 25 രൂപ വിലയുള്ളത് അതിന് 60 രൂപ വില കൊടുത്ത് വാങ്ങാൻ ആളുണ്ട്. പക്ഷേ 1-2 ലിറ്റർ പാലേ ഒരു വെച്ചൂർ പശുവിന് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പോരായ്മയും അതിൻ്റെ ഗുണവും. അപ്പോൾ ഈ കന്നുകാലിയെ കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു കാര്യവും കൂടി ഞാൻ പറയാം. ഈ കന്നുകാലികളെ കാടിനടുത്തുള്ള കുറേ ഗ്രാമങ്ങളുണ്ട് വയനാട്ടിൽ. ആ ഗ്രാമങ്ങളിലൊക്കെ കന്നുകാലികളെ അഴിച്ചു വിട്ടാൽ അവയെ വന്യജീവികൾ ആക്രമിക്കും. കടുവ പോലെയുള്ളതൊക്കെ ആക്രമിക്കും. അപ്പോൾ ആക്രമിക്കാതിരിക്കാനും ഇവ എവിടെയാണുള്ളതെന്നറിയാനും പിന്നെ ഇവയുടെ അടുത്തേക്ക് ആ വന്യമൃഗങ്ങൾ വരാതിരിക്കാനും വേണ്ടി അന്ന് കർഷകർ കഴുത്തിലൊരു സാധനം കെട്ടിയിടും. ആരെ? കന്നുകാലികളുടെ. അന്ന് ഓട്ടുമണിയൊന്നും ഇങ്ങനെ ലഭ്യമല്ലായിരുന്നു. അന്ന് ലഭ്യമായ ഒരു വസ്തുവിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വസ്തു. ഇത് ഒരൊറ്റ മരത്തിൽ പണിതതാണ്. ഈ കയറിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഈ കയറില്ലെങ്കിൽ മറ്റൊരു വലിയ കയറെടുത്ത് കന്നുകാലിയുടെ കഴുത്തിൽ കെട്ടും. ഇവ എവിടെ ഭക്ഷണം കഴിക്കുമ്പോഴും ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പശുവോ മൂരിയോ പോത്തോ അനങ്ങിക്കോളും. അപ്പോൾ അനങ്ങുമ്പോൾ ഈ ശബ്ദം ഉണ്ടാവും. ഇതിലൊരു 3 കോലുകളാണ്, മരത്തിൻ്റെ തന്നെ കാതലായ 3 കോലുകളാണ്. അവ ഇതിൽ തൂക്കിയിട്ടിരിക്കുക. ഒരു ആശാരി മരം തുളച്ചെടുക്കുകയാണ്. ഇന്നത്തെ മിഷനറിയിലൊക്കെ നമുക്കിത് വേഗം നിർമ്മിച്ചെടുക്കാം. പക്ഷെ ഇത് അന്ന് ഉളി വെച്ച് തുളച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ തുളയിടുകയാണ് ചെയ്യുന്നത്. ഈ തുളയിട്ടിട്ട് ഈ തുളയിൽ കൂടി കെട്ടും. ഇത് ഞങ്ങളുടെ കന്നുകാലികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വയലിലൊന്നും അന്ന് വന്യജീവികൾ ഇറങ്ങാറില്ല. കാടിൻ്റെ അടുത്തുമല്ല. അപ്പോൾ കാട്ടിനടുത്ത് വന്യജീവികളെ താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ വന്യജീവികളെ കെട്ടഴിച്ചു വിടുകയോ കാടിനടുത്ത് കൊണ്ടുപോയി കെട്ടുകയോ ഒക്കെ ചെയ്യുന്നവരാണ് ഈ സാധനം കഴുത്തിൽ കെട്ടാറ്, മണിക്ക് പകരം. ഇത് എനിക്ക് കൗതുകം തന്നെയാണ്. ഇപ്പോഴും എനിക്കിതൊരു കൗതുകം തന്നെയാണ്. നിങ്ങളിൽ പലർക്കും ഇത് കൗതുകം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ പഴയ കാലത്തിലേക്കൊരു പോക്ക്, അതാണ്. ഇന്ന് വീട്ടിലെ പശുവിനെ ഭംഗിക്ക് വേണ്ടി ഒരു മണിയൊക്കെ കെട്ടി തൂക്കുന്നത് കാണാം. മൈസൂരൊക്കെ പോയാൽ കാളയുടെ കഴുത്തിലൊക്കെ കെട്ടിയിട്ട് റോഡിൽ കൂടി കൊണ്ടുവരുന്നതൊക്കെ കാണാം. രാവിലെ ഇങ്ങനെ നടത്തിക്കുകയൊക്കെ ചെയ്യും വലിയ കാളകളെ. അപ്പോൾ ഇത് വനത്തിനടുത്ത് കന്നുകാലികളെ മേയ്ക്കാൻ വിടുമ്പോൾ കർഷകർ ഇവയുടെ കഴുത്തിൽ ഓരോന്നിനെ ഒരു കൂട്ടമായി വിടുന്നതിനെ 2-3 എണ്ണത്തിനെ കെട്ടിയിട്ടാൽ മതി. എല്ലാത്തിൻ്റെ കഴുത്തിലും കെട്ടിയിടേണ്ട ആവശ്യമില്ല. കന്നുകാലികൾ കൂട്ടമായിട്ടാണ് മേയാൻ പോവുക. അതുപോലെ വൈകുന്നേരം ഒരു 4 മണിയാവുമ്പോൾ കൂട്ടമായിട്ട് തിരിച്ച് അവരുടെ ലയത്തിലേക്ക്, ആലയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കാടിനടുത്തൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വയനാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. അത് കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമേ അവയെ കാണാൻ പറ്റൂ. കാടിനുള്ളിൽ തന്നെ ചെറിയ ഗ്രാമങ്ങളുണ്ട് വയനാട്ടിൽ. ആ ഗ്രാമത്തിൽ ഉള്ള കർഷകർ ഇപ്പോഴും ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പശു എവിടെയാണ് അല്ലെങ്കിൽ കന്നുകാലികൾ എവിടെയാണെന്ന് തിരിച്ചറിയാനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ പല കൗതുകങ്ങളും വയനാടൻ കാഴ്ചകളായിട്ടുണ്ട്. അവ നമുക്ക് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.